പേരെന്ന് പറഞ്ഞേ? ഞാനിപ്പോ ഇവിടെ വരാനുള്ള ഒരു കാരണം എന്താണെന്നറിയാമോ? എന്തിനാ വന്നേക്കണ? വീഡിയോ എടുക്കാൻ. എന്തിനാ? 50 വർഷമായിട്ട് മണ്ണിൽ പണിയെടുക്കുന്ന ഒരു കൃഷിക്കാരനാണ് ജോഷി ചേട്ടൻ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വന്നതാണ്. നിങ്ങളെ പപ്പയെ കുറിച്ച് എന്താ പറയാനുള്ളത്? പപ്പ നല്ല കൃഷിക്കാരനാണ്, നല്ല കഠിനാധ്വാനിയാണ്. അതെ. എത്ര മണിക്ക് പപ്പ എണീക്കും? പപ്പ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേൽക്കും. എത്ര മണി വരെ ഈ ജോലി ചെയ്യുന്നു ഒരു ദിവസം? 7 മണി വരെ. 7 മണി വരെയൊക്കെ ചെയ്യുന്നുണ്ട്. പപ്പനെ ആരെങ്കിലും ആദരിക്കുകയോ അല്ലെങ്കിൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. കൂടെ പോയിട്ടുണ്ട് അവാർഡ് വാങ്ങിക്കാൻ. അപ്പൊ എന്ത് തോന്നി? സന്തോഷം കൊണ്ട് കണ്ണീന്ന് എന്തെങ്കിലും വന്നാ? അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു അഭിമാനം എന്നുള്ളത്. നമ്മുടെ മക്കളും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കേരളം എന്ന് വെച്ചാൽ ഈ കാണുന്ന സംഭവങ്ങളൊക്കെയായിരുന്നു. പാടവും തോടും അതേപോലെ തന്നെ വരമ്പൊക്കെ ആയിട്ട് കൃഷിയും ഒക്കെ ആയിട്ട് വലിയ സെറ്റപ്പായിട്ടുള്ള തോട്ടുവ, പെരുമ്പാവൂരിൻ്റെ അടുത്ത് തോട്ടുവ ചേരാനല്ലൂരാണ് ഞാൻ നിൽക്കണത്. ഇവിടെ ഉണ്ടല്ല വേറൊരാളെ പരിചയപ്പെടാനും കൂടെ ഉണ്ട്. 50 വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ജോഷി ചേട്ടനെ സഹായിയായിട്ട് നിൽക്കുന്ന മണിച്ചേട്ടനെ നമുക്ക് പരിചയപ്പെടണം. അവരിൽ നിന്ന് കൃഷി സംബന്ധമായിട്ട് ഒരുപാട് അറിവുകൾ കിട്ടാനുണ്ട്. ദേ ഈ പാടത്തിന്റെ വരമ്പത്ത് ഒരാൾ നിൽക്കണണ്ട. ഇത് ജോഷി ചേട്ടനാണ് കേട്ടാ. ഇതെവിടെ ഇപ്പൊ നെല്ലിന് വേണ്ടിയിട്ട് വിതച്ച് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് പയർ കൃഷി. 1000 വിത്തുകൾ എന്നാണ് ഞങ്ങളുടെ പയർ കൃഷിയുടെ ഞങ്ങളിട്ടാണ് പേര്. 1000 വിത്തുകൾ. 1000 വിത്ത് എന്ന് വെച്ചാൽ എന്താ സംഭവം? 1000 വിത്ത് എന്ന് പറഞ്ഞാൽ എണ്ണയാണ് ഞങ്ങൾ പയറിട്ടാണ്. എണ്ണി അല്ലാണ്ട് തോന്നിയ ഒരു വലിച്ചുവാരികളല്ല. ഒരു വാഴ അകലത്തില് ഒരു 2 പയറല്ലേ 3 പയറ് അത്ര ഇടുള്ളൂ. കൂടുതലിടില്ല. കൂടുതൽ ഇട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ഇറച്ചു പോകും, പയറുണ്ടാവില്ല. തമ്മിൽ ഇത് മുട്ടി നല്ല രീതിയിൽ അങ്ങോട്ട് പടർന്ന് പന്തലിച്ച്. അതെ അതെ. ഇതെന്താ വള്ളിപ്പയറാണ് കുറ്റിപ്പയറാണ് കുറ്റിപ്പയറാ ഇട്ടേക്കണതല്ല? ഇത് കുറ്റിപ്പയറാ. നമുക്ക് എത്ര മാസമായി അല്ലെങ്കിൽ എത്ര ദിവസമായി ഇത് നിലവിൽ പാവി ഇത് മുളച്ചു വന്നിട്ട്? ഞങ്ങൾ നട്ടിട്ട് അതൊരു 22 ദിവസമായിട്ടുള്ളൂ. 22 ദിവസം. അപ്പൊ ഇതുമ്മ പയറുണ്ടാവാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറ്റിപ്പയറാന്ന് പറഞ്ഞു. ഇതുമ്മ പയറുണ്ടാവാൻ എത്ര ദിവസം? 35 ദിവസം കഴിയുമ്പോ പയറാവും. ഇഷ്ടം പോലെ പയറ് പറിക്കുക അല്ലേ? അപ്പൊ ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ വിത്തിനം ഒന്ന് പറഞ്ഞു കേട്ടാ. ഈ വിത്തിന്റെ പേര് ഞങ്ങളിട്ടാണ് പുതിയൊരു വിത്താണ് അനശ്വര വിത്താണ് അല്ലേ? നല്ല ഈൽഡ് ഉള്ളതാണ്. അതെ അതെ. സാധാരണഗതിയിൽ ഒരുപാട് വലിപ്പമുള്ള വിത്തുന്ന് അല്ലെങ്കിൽ ഇനം എന്നൊക്കെ പറയും ഈ പയറിന്. ഇതിന്റെ ഒക്കെ ഏകദേശം ഒരു നീളമൊക്കെ നമുക്ക് പറയാൻ പറ്റും? ഇത് നല്ല ഇത്ര നീളം ഉണ്ടാവും. നല്ല നീളമുള്ള നമ്മുടെ കൈയുടെ ഒക്കെ പകുതി ഉണ്ടാവും. നല്ല നീളമുള്ള വള്ളിപ്പയറിന്റെ മാതിരി തന്നെ നല്ല. അപ്പൊ ഇത് നമ്മൾ നടാൻ നേരത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ആദ്യം ഞങ്ങളെന്ന് പറഞ്ഞാൽ സ്ഥലം ഒരുക്കുന്നത് ശരിക്കും കൊത്തി ഇളക്കിയിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് തെരഞ്ഞു കഴിഞ്ഞ് ശരിക്കും കുമ്മായം ഞങ്ങൾ ഏതാണ്ട് ഒരു ചിരട്ട കുമ്മായം ഇടും ആ ഒരു കുഴിയിൽ. എല്ലാവരും കുമ്മായം പിശുക്കും. കുമ്മായം ശരിക്കും ഇട്ട് കൊടുക്കണം. മണ്ണിൻ്റെ അമ്ലത ശരിയാക്കിയിട്ട് വേണം നമ്മൾ പയറിടാൻ. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പയറിടുള്ളൂ. 10 ദിവസം അങ്ങനെ തന്നെ കിടക്കും. 10 ദിവസം അങ്ങനെ തന്നെ കിടക്കും. അപ്പം മണ്ണൊന്ന് സെറ്റാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലൊരു 2 അല്ലെങ്കിൽ 3 പയറിടുള്ളൂ. അതിൽ കൂടുതൽ വേണ്ട. ശരിക്കും ഒരു പയർ കിട്ടിയാച്ചാൽ മതി. നമ്മളൊന്ന് അഡ്വാൻസ് ചെയ്ത് ഇട്ട് കൊടുക്കണ്ട. പോവാണെങ്കിൽ തന്നെ അത് കിട്ടാൻ വേണ്ടി നല്ല ഉഷാർ, നല്ല ആരോഗ്യത്തോടെ വരുള്ളൂ. നല്ല ആരോഗ്യത്തോടെ. ഇനി അപ്പൊ നമ്മള് മുളച്ച് കഴിഞ്ഞിപ്പോ 23 ദിവസം എന്നല്ല ചേട്ടൻ പറഞ്ഞ. ഇനി നമ്മള് ഇട്ട് കൊടുക്കേണ്ട വളങ്ങളൊക്കെ എന്താണ് ചേട്ടാ? ഞങ്ങള് ആദ്യം ശരിക്കും ആട്ടുംകാട്ടം പൊടിച്ച് അതിന്റെ ചുറ്റും ആദ്യം ഒന്ന് പയറൊക്കെ ഒന്ന് മൂടിയിട്ട് ഒരു ഇച്ചിരി അകത്തിയാണ് ഞങ്ങൾ പയറിടുക. കടക്കിടാൻ പാടില്ല. ഒരു വളം കടക്കിടാൻ പാടില്ല. അകത്തിടണം. കടക്കി ഇട്ടുണ്ടെങ്കിൽ ഇത് വേര് വന്ന് പെട്ടെന്ന് വന്ന് വേരെടുത്തൊന്ന് പയറിന് ഇത് പയർ വാടിപ്പോവും പെട്ടെന്ന്. അതിനുള്ള ശക്തിയായിട്ടില്ല പയറിന്, ആരോഗ്യം വന്നില്ല. അപ്പൊ ഒന്ന് പുറത്ത് മൂടിയിട്ട് അതിന്റെ പുറത്താണ് ഞങ്ങൾ ഇടുള്ളൂ. റൗണ്ടിലാണ് വളം ഇട്ടുള്ളൂ. അത് ജൈവവളം. അത് തന്നെയാണ് നമ്മൾ സ്ഥിരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നനയും വേണോ അല്ലെ? നന വേണം. ശരിക്കും നന ഇതിന്റെ ശരിക്കും വേണം. അപ്പൊ എത്ര നേരം നമ്മൾ നനയ്ക്കാനോ? ഇപ്പൊ നിലവിൽ അത്യാവശ്യം മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് വേനൽക്കാലം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 2 പയറിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതേപോലെ ഒരു കുഴി ശരിക്കാണ് കുഴി കുത്തും. നന്നായിട്ടൊരു കുഴി കുത്തിയിട്ട് ഇവിടെ നനയ്ക്കുള്ളൂ. പയറിന്റെ ചോട്ടിൽ ചോട്ടിലേക്ക് വിടാൻ പാടില്ല. പയറുമ്പോ നനയാനേ പാടില്ല. അത് പയർ നനയാതെ പറ്റില്ല. ഇവിടുന്ന് വന്ന് ഇവിടെ നനച്ചിട്ടുണ്ടെങ്കിൽ ഈ നനവൊക്കെ ഇവിടേക്ക് വന്നോളൂ. അതിന്റെ വേരെടുത്തോളും. അതിനാണ്
എല്ലാവരും പൊതുവെ എന്തെങ്കിലും ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചോട് അങ്ങോട്ട് നനച്ച് അങ്ങനെയല്ല വേണ്ടത്. അതിന്റെ ആവശ്യമില്ല. വന്നപ്പോ വേറെ എന്തോ ഒരു കഷായം പോലെയൊക്കെ തളിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. അതെന്താ സംഭവം? അത് ഞങ്ങൾ 5 കൂട്ടം കഷായം ആണ് ഇതിന് അടിക്കണേ. 8 ദിവസം എത്തുമ്പോ നനയ്ക്കും. ഞങ്ങള് ശീമക്കൊന്നയുടെ ഇല ചീച്ചിട്ട് അടിക്കും. അത് കഴിഞ്ഞ് കപ്പങ്ങയുടെ ഇല ചീച്ചിട്ട് അടിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ കപ്പയുടെ ഇല അടിക്കും. നമ്മുടെ കപ്പക്കൊള്ളിയുടെ അത് അടിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ മുരിങ്ങയുടെ ഇല, മുരിങ്ങ അതൊക്കെ നല്ല ഔഷധമുള്ള. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആര്യവേപ്പ്, അടിപൊളി ആര്യവേപ്പിന്റെ ഇല അതൊക്കെയാണ് സ്പ്രേ ചെയ്യണേ. അതെങ്ങനെയാ അപ്പൊ പ്രോസസ്സിങ് എങ്ങനെ നിർമ്മിച്ചെടുക്കണത്? അത് ഞങ്ങള് അതൊരു ബക്കറ്റിലിട്ട് വെച്ച് വെള്ളം ഒഴിച്ച് വെച്ച് ചീച്ച് ഒരു 8 ദിവസം കഴിയുമ്പോൾ അപ്പോഴേക്കും ചെയ്യും. അതിൽ നിന്ന് എടുത്ത് ഞങ്ങള് കുറേശ്ശെ അരിച്ചെടുത്ത് അടിക്കുകയാണല്ലേ? അത് നല്ല ഗുണം ചെയ്യുന്നുണ്ടാ? നല്ല ഗുണം, നല്ല ഗ്രോത്ത് ആയിരിക്കും. സാധാരണ ഈ പയറ് നട്ടതിന് ഒരു സൈസ് മുന്നാന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു പ്രാണികൾ വന്ന് കൂടിയിട്ട് മൊത്തം നശിപ്പിക്കുകയാണ്. 8 ദിവസം ഇടയ്ക്ക് ഈ സാധനം അടിക്കണം. റെഗുലർ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് മാറി ചെയ്തോളണം. മാറി ഓരോന്ന് മാറി ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ പയർമലയ്ക്ക് എല്ലാ സാധനവും എല്ലാ കീടങ്ങളും വരും. പെട്ടെന്ന് വന്ന് കയറും. അറിയില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. അതാണ് ആരും നോക്കൂല. എല്ലാവരും ഒരു പ്രാവശ്യം മരുന്നടിച്ചാൽ പിന്നെ ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടേക്ക്. ഒരു പ്രാവശ്യം മരുന്നടിച്ചാൽ പിന്നെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കണ്ടെന്ന് ആൾക്കാരുടെ ചിന്താഗതി. പക്ഷെ അതല്ല, നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കയറാൻ പാടില്ല. എന്നാലാണ് നമുക്ക് അതിനുള്ള ഗുണം കിട്ടുള്ളൂ. കൊച്ചു മക്കളുടെ കൂട്ട് നമ്മൾ നോക്കണം. എന്ത് കൃഷി ചെയ്താലും ശരി. ആൾക്ക് അത്രക്ക് എക്സ്പീരിയൻസ്ഡ്, എന്നെക്കായും കൂടുതൽ വയസ്സുള്ള ഒരു വ്യക്തിയാണ് കൃഷിയില്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവനാണ്. എത്ര വയസ്സിൽ ഇറങ്ങിയപ്പോ ചേട്ടൻ? ഞാൻ ശരിക്കും പറഞ്ഞ 5 വയസ്സിൽ കൽപ്പ പിടിച്ചാളാ. പാടത്ത് കൽപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പാടത്ത് ഉഴുവണ സാധനം മെഷീനൊക്കെ മെഷീനൊക്കെ എന്നാളാ മെഷീൻ വന്നേ. അന്ന് 5 വയസ്സിൽ പിടിച്ചു. 5 വയസ്സിൽ അന്ന് നമുക്ക് കണ്ടവൻ കൃഷി ഉണ്ടായി. പണിക്കാരുടെ ഒപ്പം ഉഴവാരുടെ ഒപ്പം ഞാൻ എൻ്റെ പിന്നാലെ നടന്ന് ഞാൻ അപ്പൊ കൽപ്പമ്മ കേറുന്ന ഞാൻ ഉള്ളൂ. കേറിക്കോളൂ. പിടിക്കാൻ പറ്റില്ല. പിടിച്ചാൽ കിട്ടൂല. കാളയന്മാരെന്ന് പറഞ്ഞാൽ വണ്ടി കാളയന്മാരാ. വലിയ ഭയങ്കര കാളയന്മാരുടെ നടയുടെ അടിയക്കടെ ഞാൻ നടന്നു പോകും. അത് മാറ്റ കാളയന്മാരാണ്. അത്ര ചെറുതാണ് ഞാൻ. ഇന്നത്തെ പിള്ളേർ 5 വയസ്സ് പറഞ്ഞാണ്ട് ഈ പാടത്ത് പോയിട്ട് ഒരു കണ്ടിട്ടുണ്ടാവൂല തലമുറയില്. നിലവിൽ പയർ കൃഷിയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ വന്നപ്പോ നോക്കിയേ, പാടത്ത് നെല്ലും ഞാറൊക്കെ അവിടെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണല്ലോ. അതെ. അപ്പൊ വേറെ എന്തൊക്കെ കൃഷി നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കണം? നിലവിലിപ്പോ നെല്ലുണ്ട്, വാഴയുണ്ട്, പച്ചക്കറി ഉണ്ട്, ചേമ്പ്, ചേന, അതുപോലെ തന്നെ എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കാം. അതായിരിക്കും ഏറ്റവും നല്ല ചോദ്യം എന്ന് തോന്നണ. എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട്. ഇത്ര വർഷമായില്ല അപ്പൊ ഇതിനകത്ത്. അപ്പൊ ചേട്ടനെ സംബന്ധിച്ച് ഈ കൃഷി എന്ന് പറയുമ്പോ എന്താ തോന്നുന്നത്? കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാധനത്തിനും ദാരിദ്ര്യം ഉണ്ടാവില്ല. കണ്ടു തന്നെ നമുക്ക് കൊതി മാറും. പിന്നെ ആവശ്യമുള്ള വിഷമില്ലാത്ത സാധനം കഴിക്കാം. ശുദ്ധമായ വിഷമില്ലാത്ത ഐറ്റംസ് കഴിക്കാം. അതാണ്. പിന്നെ അസുഖം, ഒരു ആശുപത്രി കേസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല. ഈ മണ്ണിൽ മുമ്പ് ഞാൻ ആശുപത്രി കയറിയേക്കണം. ഇത് നോക്കിയ എപ്പോഴും കാലുമ്മ ആ മണ്ണീന്ന് കേറി വന്നേക്കണേന്റെ ഇത് നോക്കിയേ. അതാണ് മണ്ണിനോടുള്ള സ്നേഹം തന്നെ പറയാ. ഈ മണ്ണും ഈ മനുഷ്യനും, അതായത് ജോഷി ചേട്ടനും തമ്മിലുള്ള ബന്ധം ഉണ്ടല്ലോ. അതെ, ഈ സ്ഥലമൊക്കെ കിടക്കണോക്കെ അടുത്ത ഒരു കൃഷിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ എന്താണ് ചേട്ടാ നമ്മള് ചെയ്യാൻ പോണത്? വാഴ വച്ചേക്കാണ്. അതെ, അവിടെ കപ്പയാ നിക്കണത്. വിളഞ്ഞതും വിളവായതും പിന്നെ നട്ടതൊക്കെ ആയിട്ട്. പിന്നെ ആ സൈഡിലൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അടിപൊളി മഞ്ഞൾ നിൽക്കണമൊക്കെ. മഞ്ഞള് പിന്നെ അങ്ങോട്ട് നോക്കിയേ, കുറച്ചവിടെ കഴിഞ്ഞാൽ അടിപൊളി നല്ല അടക്കാമര. ഇത് ഏതാണ് ചേട്ടാ? ഇതാ അത് ചേട്ടൻ കൃഷി ചെയ്യണയാണ്. ആ വിമാനം അല്ലല്ല, അത് മോളിക്കൂടെ പറന്ന് പോണ ഇതുവരെ കേരള. ഇവിടെ നെടുമ്പാശ്ശേരി തൊട്ടടുത്താണ്ട. അപ്പൊ ഒരു വിമാനം പോയപ്പോ വെറുതെ ചോദിച്ചാട്ടാ. അപ്പൊ ചേട്ടനൊന്ന് വിമാനത്തിൽ കേറിയ കൊള്ളാന്നുണ്ട്. 50 വർഷമായിട്ടുള്ള ഒരു വ്യക്തിയാണ് കൃഷിയില്. അപ്പൊ സർക്കാർ ഏജൻസികളില്, കൃഷിഭവനില് അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത് കേൾക്കുകയാണെങ്കിൽ ഉണ്ടല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ മന്ത്രിമാരുടെ അടുത്തൊക്കെ ഒന്ന് എത്തിക്കണോട്ടെ. ഇവരെ കുറിച്ചൊക്കെ അതൊക്കെ ഒരു അഭ്യർത്ഥനയാണ് നമ്മുടെ. ഇപ്പം ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് 1000 വാഴയുണ്ട്.
വാഴക്കൃഷിയുടെ പ്രാന്ത് മുത്ത് 1000 വാഴ വെച്ചാ കൃഷി. പിള്ളേര് കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഫുൾ സപ്പോർട്ടാണ്. എന്ത് സപ്പോർട്ട് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കും. അതെങ്ങനെയാന്ന് പറഞ്ഞു തന്നാ. പിള്ളേര് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നാണ് ഞാൻ പറയണേ. കോളേജ് പിള്ളേരും അതുപോലെ തന്നെ ഇപ്പോൾ വളർന്നു വന്ന ചെറിയ പിള്ളേരാണ്. ഞാനൊക്കെ 5 വയസ്സിൽ കൃഷിയിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ആഗ്രഹം കൊണ്ടാണ്. ഈ 1000 വിത്ത് കൃഷിയിലുണ്ടല്ല, നമ്മുടെ ജോഷിച്ചേട്ടൻ മാത്രമല്ല, ഇത് കൂടെ നമ്മുടെ മണിച്ചേട്ടനും കൊണ്ട്. മണിച്ചേട്ടാ, ഇതുണ്ടല്ല, നമുക്കിപ്പോൾ ഈ കുട്ടികളൊക്കെ ഒരുപാട് പേര് കൃഷിയെക്കുറിച്ച് ആഗ്രഹമുണ്ട് പഠിക്കാൻ. അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് ഇന്ന് ലോകത്ത് തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് എപ്പോഴും കൂടി വരിക. നമ്മുടെ കൃഷിയിലേക്ക് കൃഷി ചെയ്യാനായിട്ട് ആകെയുള്ളൊരു യോഗ്യത എന്ന് പറഞ്ഞാൽ മണ്ണിനെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ക്വാളിഫിക്കേഷൻ. വേറെ പ്രീ ഡിഗ്രിയോ എഞ്ചിനീയറിങ്ങോ പോളിടെക്നിക്കോ ഒന്നും വേണ്ട. ആ മണ്ണിൽ എങ്ങനെയാണ് വിത്തിടുന്നതെന്നും അത് ചെടിയെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നതെന്നും അത് വളർന്നു വരുമ്പോൾ അതിൽ നിന്ന് ബലങ്ങൾ എടുക്കേണ്ട രീതി പോലും പ്രത്യേക രീതികളിലാണ് ബലങ്ങൾ എടുക്കുക. അത് അതിൻ്റെ മൂപ്പ് നോക്കി, അതിൻ്റെ ഗ്രോത്ത് നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ വരുന്നവർക്ക്, അതായത് ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ ഈവനിങ്ങിൽ 4 to 6 കൃഷി കാണാൻ വേണ്ടിയല്ല, പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കാനായിട്ട് അവർ വർക്കിംഗ് ഡ്രസ്സായിട്ട് വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾക്ക് മണ്ണ് എന്താണെന്നും ആ വിത്ത് ഇടേണ്ട രീതി എങ്ങനെയാണെന്നും, ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് ബലം പറിക്കുകയെന്നും, ആ കാത്തിരിപ്പ് സമയവും, ഒപ്പം തന്നെ സൂര്യപ്രകാശത്തിൻ്റെ പ്രാധാന്യം, ആ ഒരു സസ്യത്തിന് ജലത്തിൻ്റെ പ്രാധാന്യം, ഇതെല്ലാം നമ്മൾ ഈ 2 മണിക്കൂർ കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവർക്ക് വീണ്ടും ശനി ഞായർ ദിവസങ്ങളിൽ, മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വർക്കിലായിരിക്കും. അപ്പോൾ ശനി ഞായറും 2 മണിക്കൂർ ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അടുത്ത ജനറേഷന്, എക്സ്പെഷ്യലി 50 വർഷം കൃഷിയിലുണ്ടായിരുന്ന ജോഷി ചേട്ടൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസ് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു നല്ല മനസ്സോടു കൂടിയാണ് ഈ 1000 വിത്തുകൾ എന്നുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് എറണാകുളം ജില്ലയിൽ നിന്ന് എന്നെയാണ് ആന്ധ്രയിലേക്ക് കൃഷി പഠിക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. അപ്പം സാധാ ഒരു വ്യക്തിയല്ല മണിച്ചേട്ടൻ. ഒന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. തീർച്ചയായിട്ടും. ഞങ്ങൾ 14 ജില്ലയിൽ നിന്നും ഓരോരുത്തരാണ് പോയത്. എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് ഞാനാണ് ആന്ധ്രാപ്രദേശിലേക്ക് പോയത്. ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ എങ്ങനെയാണ് ഫെർട്ടിലൈസറുകൾ നാച്ചുറലി ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞങ്ങളെ പഠിപ്പിച്ചു. ഒപ്പം അവരുടെ നോട്ട് തന്നു. ഒപ്പം അവരുടെ 5 ഫീൽഡുകൾ ഞങ്ങൾ പോയി കണ്ടു, കൃഷി രീതികൾ മനസ്സിലാക്കി. അത് ഇവിടെ വന്നിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യവും കൂടി ഞങ്ങളെല്ലാവരും പോയത്. അതിൻ്റെ ഒരു പ്രായോഗിക തലത്തിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ക്ലാസ്സുകൾ എടുക്കാനും പരിശീലന പരിപാടിക്കും ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ 1000 വിത്തുകൾ എന്ന് പറയുന്നത് 1950-60 കാലഘട്ടത്തെ കൃഷിനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ്. പഴയ കാലഘട്ടത്തെ കൃഷിനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ്. അതായത് കെമിക്കൽ ഇല്ലാത്ത ഒരു കൃഷി സമ്പ്രദായം. തീർച്ചയായും മണ്ണായി തന്നെ നിൽക്കണം. മണ്ണ് നല്ല ജീവനോട് കൂടിയുള്ള മണ്ണ്, അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വ്യക്തികളുടെ ആരോഗ്യം നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇനി കുട്ടികളല്ലാണ്ട് ഇന്ന് ഒരുപാട് പേര് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, രാസ വളത്തെ ഉപയോഗിച്ച് മാത്രം കൊണ്ട്. ശരി, അവർക്കും ഇതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? തീർച്ചയായിട്ടും. ഇവിടെ ഞങ്ങൾ അതിനുവേണ്ടി ഇപ്പം ഞങ്ങൾ കുട്ടികൾക്കാണ് ഇത് ഓപ്പൺ ആക്കുന്നത്. ജാനുവരി 15 ശേഷം ഇത് കാണാനായിട്ട് അതീവ താല്പര്യമായിട്ട് വരുന്ന എല്ലാവരെയും നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതീവ താല്പര്യമായിട്ട് വരുന്നവരെ നമ്മൾ ജാനുവരി 15 കഴിഞ്ഞാൽ ഞങ്ങളത് പരിഗണിക്കും. തീർച്ചയായും 2026 ജനുവരി 15 കഴിഞ്ഞാൽ. കാരണം എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ജാനുവരി 15 കൂടി ഞങ്ങളുടെ പ്രൊഡക്ഷൻ സമ്പൂർണ്ണമാവുകയാണ്. അത് മാർച്ച് 31 വരെ ആ പ്രൊഡക്ഷൻ ഒരേ സ്റ്റേജിൽ കിട്ടും. അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ 1/2 കിലോ വാങ്ങിക്കാൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളവരെ ഞങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. പുറമേന്ന് ഒരു സാധനം ഞാൻ കഴിക്കില്ല. ഹോട്ടലിൽ നെല്ല് വരെ ഞാൻ തന്നെ പുഴുങ്ങി കുത്തി ഉണക്കി, അതുപോലെ തന്നെ ഉണക്ക നെല്ല്, എല്ലാ സാധനവും നമ്മൾ തന്നെയാണ്. വിശ്വസിക്കാൻ പറ്റില്ല, ഇന്ന് എല്ലാവരും തന്നെ ഓടുകയാണ്. അതെ, അരിയുടെ
സഞ്ചി വരെ കൊണ്ടുപോകില്ല. അവിടെ 10 കിലോയുടെ 5 കിലോയുടെ ഇരിക്കുകയാണ്. അത് നമ്മൾ വാങ്ങിച്ചു വന്ന് കലത്തിലിട്ട് വേവിച്ച് കഴിക്കുകയാണ്. ഇതേപോലുള്ള പാടത്തുനിന്ന് വിതച്ചുണ്ടാക്കിയെടുത്ത ഇതിന്റെ നമ്മളുണ്ടാക്കണ കഞ്ഞിയുടെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു അന്ന് മൊത്തം നമുക്ക് ഫുൾ പണി എടുക്കാം. എന്ത് പണിയെടുക്കണേന്ന് കുഴപ്പം ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയി ആഹാരം കഴിക്കലുണ്ടോ? പുറത്ത് പോയി ഞാൻ അങ്ങനെ കഴിക്കില്ല, നമുക്ക് പറ്റില്ല. ഇത് അരി മേടിച്ച പുറമേലത്തെ അരി മേടിച്ചാൽ നമുക്ക് പറ്റില്ല. അതായത് കഴിച്ച് നമ്മുടെ ശരീരം മുഴുവനും അതുമായിട്ട് ഇണങ്ങി. അതായത് പുറത്തൊരു ഫുഡ് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ്. അതെ അതെ. എന്റെ പൊന്നെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കണ ഭക്ഷണം തന്നെ നമ്മൾ അധികം കഴിക്കുന്നത്. പുറമേ നിന്നുള്ള ഭക്ഷണം 80% നമുക്ക് ആവശ്യമായിട്ടുള്ള 80% നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ തന്നെ ഉണ്ടാക്കാണ്. ഉണ്ടാക്കാൻ പറ്റാത്ത ആ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുക. ഉദാഹരണം ഉള്ളി ആയാലും സവാളയൊക്കെ അത് മാത്രമായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. ബാക്കിയല്ല ഈ മണ്ണിൽ നിന്ന് നമ്മൾ എടുക്കാണ്. പിന്നെ ഇത്രയും ജീവിതത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ആശുപത്രി കയറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയണവരും കേൾക്കണവരും വിശ്വസിക്കില്ല. എത്ര വയസ്സായപ്പോ? വയസ്സ് ഞാൻ പറഞ്ഞ ശരിയാവില്ല. വേണ്ട, ഇത്രയും ജീവിതത്തിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയോളൂ എന്ന് പറയുമ്പോ നമുക്ക് അത് 90-ന് മുമ്പ് അത് ആശുപത്രിയിൽ അവിടെ ഒച്ചപ്പാടുണ്ടാക്കിയാ പോന്നേ ആശുപത്രിക്കാരായിട്ട്. അതായത് നമുക്ക് കിടക്കാൻ താല്പര്യമില്ല. ചെന്ന വഴി അവർ ICU കയറ്റി ഓക്സിജൻ ഇപ്പൊ കാറ്റ് പോകുന്നു. അവിടെ ഡോക്ടറായിട്ട് ഒച്ചപ്പാടുണ്ടാക്കി ഞാൻ വേഗം പുറത്തേക്ക് പോന്നു. പിറ്റേ ദിവസം തന്നെ വീട്ടിൽ പോന്നു.